2 ദിവസം മഴ പെയ്തപ്പോഴത്തേന് ഈ ചെടികളെയും പൂക്കളെയൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണ്. അവർക്കൊക്കെ എന്തുമാത്രം സന്തോഷമാണ്. 2-3 ദിവസം മുന്നേ ഈ ചെടികളെല്ലാം വാടി തളർന്ന് കുമ്പിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ 2 ദിവസം മഴ പെയ്തപ്പോൾ നോക്കൂ, ഇലകൾക്കൊക്കെ എന്താ പച്ച കളറ്. ഒരു ചെമ്പരത്തിയായിരുന്നു ഇത്. അതിനകത്ത് ഏതാണ്ട് ഒരു 8-9 പൂവുണ്ടായിരുന്നു. എല്ലാം ഞാൻ ആ ചെമ്പരത്തിയിൽ ഒരു ചെറിയൊരു തണ്ടാണ്, അതിലെന്തുമാത്രം പൂക്കൾ. അത് കണ്ടുകൊണ്ടാണ് ഞാൻ അതിനെ നൂത്ത് നിർത്തി വീഡിയോ എടുത്തത്. അതങ്ങ് കുമ്പിട്ട് പോയി, പൂവിൻ്റെ വെയിറ്റ് കൊണ്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പേരയ്ക്ക. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് മുറ്റത്ത് തന്നെയുള്ള ഒരു പേരമരമാണിത്. നിറച്ചും പേരയ്ക്ക പിടിച്ച് നിൽക്കുവാണ്. ഞാൻ പറയുന്നത്, മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ചൂടിൽ നിന്നും ഒരാശ്വാസം കിട്ടി. അതേ കണക്കാണ് ചെടികൾക്കും. അവർക്കും ചൂടിൽ നിന്നും ഒരാശ്വാസം കിട്ടി, ദാഹജലം കിട്ടി, അവരെല്ലാം സന്തോഷമായി. ഞാനെന്താ സാഹിത്യം പറയുക രാവിലെ? സാഹിത്യമൊന്നുമല്ല കേട്ടോ. ഞാൻ രാവിലെ തന്നെ വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കുമായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു രാത്രിയിൽ. അപ്പോൾ നോക്കൂ, എല്ലായിടവും മണ്ണും ചെടികളും ഒക്കെ നനഞ്ഞു കിടക്കുവാണ്. അപ്പോൾ നല്ല ഒരു രസമാണ്. ഞങ്ങൾക്ക് ബോംബെയിലെങ്ങും കിട്ടാത്ത ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഞാൻ രാവിലെ വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു. ഇവിടെയൊക്കെ ഉള്ളവർ വിചാരിക്കും, അയ്യോ ഇവർക്ക് എന്താ വട്ടാണോ എന്ന് വിചാരിക്കും. ഞങ്ങൾ അന്യനാട്ടിൽ ഫ്ലാറ്റ് ജീവിതം നയിക്കുന്ന ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വിലയറിയാം. എന്താ മുറ്റവും ഇങ്ങനെ പിന്നെ പറമ്പും ഇത് കണക്ക് റബ്ബർ നിൽക്കുന്നതും ഒക്കെ കാണുന്നത് ഇവിടെയാണ്. അപ്പോഴുണ്ട് ദാ 2 ചിത്രശലഭങ്ങൾ വന്നിട്ട് ഒരു ചെടിയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഈ ചിത്രശലഭത്തിൻ്റെ പുറകെ പോയി കുറേ നേരം ഈ ചിത്രശലഭത്തിനെ തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന്. എന്നിട്ട് ഇത് പറന്ന് പോയപ്പോൾ ഇതിൻ്റെ പുറകെ പോയി കുറേ നേരം അതിൻ്റെ കൂടെ നടന്ന്. അതിൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, ഇവളെന്തുവാ ഇങ്ങനെ പുരയിടത്തിലൊക്കെ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നോക്കമ്മ 2 ചിത്രശലഭങ്ങൾ നോക്കൂ, എത്ര ഭംഗിയുള്ളതാ, അവരുടെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നെന്ന്. അങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ പ്രകൃതി രമണീയത ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. വട്ടാണെന്ന് ആർക്കും തോന്നണ്ട, വട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ കേരളം വിട്ടിട്ട് ഒരു ഫ്ലാറ്റ് ജീവിതം നയിക്കണം. ഇപ്പം ഞങ്ങളിപ്പോൾ ബോംബെയിലാണ്. ഞങ്ങൾക്കിപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഞങ്ങൾ കുറച്ചൊക്കെ ഗ്രാമീണത ഉള്ള ഒരു നാട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ഗൾഫ് നാട്ടിലൊക്കെ താമസിക്കുന്നവരുടെ കാര്യമല്ലേ എത്ര കഷ്ടമെന്ന് പറ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേന് വളരെ സന്തോഷമായിരിക്കും. അവർക്കൊക്കെ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കാണാൻ കിട്ടത്തുള്ളൂ. വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ വളരെ കണ്ണിന് തന്നെ ഒരു കുളിർമ നൽകുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്കും മുറ്റമൊന്നുമില്ല, ഇത് കണക്ക് മുറ്റവും ചെടികളും ഒന്നുമില്ല. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറിയ ബാൽക്കണി ആണെങ്കിലും അതിനകത്ത് എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട്. എന്തോ എനിക്കറിയത്തില്ല, പൂക്കളുള്ള ചെടികളും പൂക്കളില്ലാത്ത ചെടികളും പച്ചക്കറികൾ നടുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതുമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ബാൽക്കണിയല്ല സിറ്റ് ഔട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം സുഖമാണ് കേട്ടോ. അമ്മ രാവിലെ തന്നെ ചായ ഇട്ട് കൊണ്ടുതരും. ഞാൻ ധനുഷിനെ വിളിക്കുവാണ്, ധനുഷേ വന്ന് വാ, നമുക്കിവിടെ വന്ന് ഇരിക്കാമെന്നും പറഞ്ഞിട്ട് ധനുഷിനെ വിളിക്കുവാണ്. അപ്പോൾ ധനുഷും വന്ന് ഇവിടെ വന്ന് എൻ്റെ അടുക്ക ഇരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അമ്മ ചായ ഇട്ട് കൊണ്ടുതരും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറിയാൽ മതി. ബോംബെയിലായിരുന്ന സമയത്ത് രാവിലെ തന്നെ അടുക്കളയിൽ കയറി വല്ലതും വെച്ചുണ്ടാക്കിയാൽ മാത്രമേ കഴിക്കാനും കുടിക്കാനും പറ്റത്തുള്ളൂ. ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ടാൽ മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആരും ഇട്ട് തരാനില്ല. ഇവിടെ വന്നപ്പോൾ രാവിലെ തന്നെ അമ്മ ചായ ഇട്ടുകൊണ്ട് തരും. അത് കണക്ക് തന്നെ അപ്പുറത്ത് അമ്പലത്തിൽ നിന്ന് നല്ല പാട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. നല്ല ഒരു പ്ലസൻറ്റ് ആയിട്ടുള്ള ഒരു ആറ്റ്മോസ്ഫിയറാണ്. അതായത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അമ്പലത്തിലെ പാട്ടും അത് കണക്ക് തന്നെ അമ്പലത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ എന്താണെന്നറിയത്തില്ല, നല്ല ചന്ദനത്തിരിയുടെ നല്ല മണമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന്. അത് രാവിലെ ഉണ്ടാവാറുണ്ട്, വൈകിട്ടും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ധനുഷിനെ വിളിച്ച് ധനുഷ് ഇറങ്ങി വന്നു. ധനുഷോട് ഞാൻ പറയുമായിരുന്നു, നോക്കൂ മഴയൊക്കെ കഴിഞ്ഞിട്ട് ചെടികളും ഒക്കെ നനഞ്ഞിരിക്കുന്നതൊക്കെ നോക്കൂ എന്നൊക്കെ പറയുമായിരുന്നു. അവന് അതിനോടൊന്നും വലിയ
ഇതൊന്നും ഇല്ല, ഇഷ്ടമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവിടുത്തെ കൾച്ചറിലും അവിടുത്തെ രീതിയിലും ഒക്കെ വളരുന്ന കുട്ടികളല്ലേ. നമ്മളെന്ന് പറയുന്നത് നമ്മളൊക്കെ നാട്ടിൻപുറത്ത് വളർന്നവരായതുകൊണ്ടാണ് നാടിനോട് ഇത്രയും ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം. അവരെ ഒന്നും സംബന്ധിച്ച് ഇത്രയുള്ള ഒരു ഇഷ്ടമൊന്നും നാടിനോടും നാട്ടിൻപുറത്തിനോടും ഒന്നുമില്ല. അങ്ങനെ അമ്മ ചായ ഇട്ടുകൊണ്ട് തന്ന് അങ്ങനെ ഞാൻ ചായ കുടിക്കുവാണ്. അപ്പുറത്ത് ധനുഷും ഇരിപ്പുണ്ട്, അമ്മയും ഇരിപ്പുണ്ട്. അവരോട് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അമ്മയോട് എന്തോ പറഞ്ഞ് അങ്ങനെ അമ്മ ഓടിപ്പോവും. അടുപ്പത്ത് എന്തോ വെച്ച് പാല് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് തൂവി പോന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയതാ. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് 1-2 പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 1-2 ബന്ധുക്കളുടെ വീടുകളിൽ പോകണം, പിന്നെ മാർക്കറ്റിലൊന്ന് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടൊക്കെ പോകണം. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കുവാണ്. ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ കഴിക്കാനിരിക്കുവാണ്. ധനുഷ് ഓൾറെഡി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണ്. കഴിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്നുള്ളത് വഴിയേ പറയാം. ഓക്കെ, ഹസ്ത കഴിക്കട്ടെ. എല്ലാവരും വീട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണ്? കേരളത്തിലെല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ? ഇഡലിയോ ദോശയോ പുട്ടോ ഇടിയപ്പോ അപ്പം ഇതൊക്കെ ആയിരിക്കും. ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ വന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല, ധനുഷിന് ഉപ്പുമാവൊന്നും ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. അല്ല, ബോംബെയിൽ വെച്ചിട്ട് ധനുഷിന് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന ഉപ്പുമാവും പോഹയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അവൻ ഉപ്പുമാവ് കഴിക്കത്തില്ല. അവൻ 2 ദിവസം മുന്നേ എൻ്റെ കൂടെ പറഞ്ഞായിരുന്നു അവന് പോഹ വേണമെന്ന് പറഞ്ഞു. പോഹ എന്ന് പറയുന്നത് നമ്മൾ അവിൽ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അതുകണക്കുള്ള അവൽ ഇവിടെ കിട്ടുമെന്തോ അറിയാൻ വയ്യ. അതുകൊണ്ട് കടയിലൊക്കെ ഞാൻ അധികം കണ്ടില്ല. ഇനി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതായത് നമ്മുടെ സാധാരണ അവിലല്ല, സാധാരണ അവിൽ കട്ടി കുറഞ്ഞ അവിലല്ലേ. നമ്മൾ പോഹ ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയുള്ള അവിലാണ്, അത് വെച്ചിട്ടാണ്. അപ്പോൾ അത് അവിൽ മേടിച്ച് അവിൽ കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കട്ടി കുറഞ്ഞ അവിൽ വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി കഴിയുമ്പോഴത്തേനും അതങ്ങ് വെള്ളത്തിൽ കുതിർന്നു പോകും. അതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പോഹയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ വീട്ടിൽ വരെ പോവുകയാണ്. ചിറ്റപ്പൻ്റെ മോനെന്ന് പഠിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് പോവുക, ഹോസ്റ്റലിൽ പോവുക. അപ്പോൾ അവനെ യാത്ര അയക്കാനായിട്ട് ഞങ്ങൾ പോവുക. ധനുഷ്, അമ്മ പോയിട്ട് വന്നിട്ട് കാണാം. നല്ല മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇന്ന് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞിയും ചാറ് കൂട്ടാനും. ചക്കക്കുരുവും മാങ്ങയും ചേമ്പും ഒക്കെ ഇട്ട് വെച്ച ചാറ് കൂട്ടാനാണ്. ഇത് ധനുഷിൻ്റെ കഞ്ഞി, എൻ്റെ കഞ്ഞി. ഗായ്സ്, നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഡിന്നറാണ്. എന്താണെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ തീരുമാനിക്കാം. ധനുഷിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ. ദേ അപ്പനെ ആ പൊതി അഴിയുന്നു. അഴിയട്ടെ. നല്ല മണം വരുന്നു. ഇതേടാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പൊറോട്ട അമ്മയ്ക്ക് വേണ്ടേ? വേണ്ട, നോക്കാം. പൊറോട്ടയും ചിക്കൻ കറിയും. പൊറോട്ടയും ചിക്കൻ കറിയും. ധനുഷ് വൈകിട്ട് പോയി ധനുഷും അമ്മമ്മയും കൂടെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടാണ്. കഴിച്ചാട്ടെ.
ബൗള് വേണം. കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിൽ ഒന്നാണല്ലോ ഇപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് കറിയും ബീഫ് ഒലത്തിയതും മട്ടൻ കറിയും മട്ടൻ കുറുമ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എനിക്ക് പേരൊന്നും പോലും അറിയത്തില്ല, കാരണം ഞങ്ങൾ അതൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ നാട് അതായത് ബോംബെയിലങ്ങ് ഞങ്ങൾക്ക് ഈ പൊറോട്ട കിട്ടത്തില്ല. അതുകൊണ്ട് ധനുഷ് മാക്സിമം ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊറോട്ടയാണ് കഴിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുവാണ്. പിന്നെ ഞാൻ രാത്രിയിൽ പിന്നൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇപ്പോൾ രാത്രിയിലാണ് സമയം. നമുക്കിനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെ കാണാം. ഹായ്, ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകാനായിട്ടൊക്കെ റെഡിയായിരിക്കുക. നാളെയാണ് കല്യാണം. അപ്പോൾ ഇന്നിപ്പോൾ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പോകാൻ റെഡിയായിരിക്കുവാണ്. ഓ, എനിക്ക് പള്ളിയിലെ പാർട്ടി ഇഷ്ടമാണ്, എനിക്കതറിയാം അല്ലേ. അപ്പോൾ അതിന് പോകാനായിട്ടൊക്കെ റെഡിയായിരിക്കുവാണ്. നിന്നെ കാണിച്ചപ്പോൾ ഇരുട്ടായി. ആർക്കാ വീഡിയോ എടുക്കുന്നത് ഫോണല്ലേ, ക്യാമറ ഫോൺ. നാട്ടിൽ വന്നതിന് ശേഷം കല്യാണവും ഫംഗ്ഷനൊക്കെ കൂടാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യം. ഒരു നിശ്ചയം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇനി നാളെ ഒരു പിന്നെ കല്യാണം. അപ്പോൾ കല്യാണത്തിന് ഇവിടെയൊക്കെ കല്യാണത്തിന് തലേന്നും പിറ്റേന്നും റിസപ്ഷനും ഒക്കെ ഉണ്ട്. നാളെ കല്യാണത്തിന് പോകണം, റിസപ്ഷന് പോകണോ പോകണ്ടേന്ന് ആലോചിച്ചില്ല. എന്തായാലും ഇന്ന് പോകുന്നുണ്ട്, നാളെ കല്യാണത്തിന് പോകുന്നുണ്ട്. നാളെ കല്യാണത്തിന് സാരിയൊക്കെ കൊടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ചുരിദാറായിട്ടേക്കുന്നത്. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ടൊക്കെ റെഡിയായിരുന്നപ്പം അപ്പുറത്തെ വീട്ടിലെ അവർ പറഞ്ഞു അവരും കൂടെ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പുറത്തെ അവരും കൂടെ വന്നതിന് ശേഷം നല്ല മഴ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 3:45 ആയതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര മഴ വരുന്നുണ്ട്, ഇരുട്ടി കണക്കായിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാമായിരുന്നു. കാരണം മഴയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. ചോദിക്കാം അല്ലേ ഇവിടെ അവരോട്. ഹായ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ തിരിച്ച് വരുവാ. മഴ പെയ്യുന്നു, മഴ. കുടയിൽ ഞങ്ങൾ രണ്ടുപേരുടെ കുടയിൽ കയറി വരുക. ഹായ് ഗായ്സ്, ഞങ്ങളങ്ങനെ ഇതേ കല്യാണം കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ വീട്ടിൽ വന്നു. കല്യാണമല്ല, കല്യാണത്തിൻ്റെ പാർട്ടി. അവിടെ ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല. അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അവിടെ ഉള്ളവരൊന്നും അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല. കഴിക്കാനായിട്ട് അപ്പവും ചിക്കൻ കറിയും പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അപ്പവും ചിക്കൻ കറിയും കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഭയങ്കര മഴ. ഒന്നാമതേ അതുകൊണ്ടാണ്, മഴയായതുകൊണ്ടാണ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ. ഞാനും ധനുഷും കൂടെ ഒരു കുടയിലാണ് പോയിട്ട് വന്നത്. അമ്മയും അപ്പുറത്തെ വീട്ടിലെ ഒരു കൊച്ചുണ്ടായിരുന്നു, അതും കൂടെ വേറൊരു കുടയിലായിരുന്നു. അതുകൊണ്ട് നല്ലതുപോലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമുക്ക് അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം, കല്യാണ വീഡിയോയിൽ കാണാം. നാളത്തെ കല്യാണത്തിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുവാണ്. നടക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നാളെ കാണാം. കല്യാണം അതായത് ഞങ്ങളെ വീട്ടിലുള്ളവരൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പുറത്തുള്ളവരുടെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടാകും ഞാൻ അന്നും ഷൂട്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല അങ്ങനെ നമ്മുടെ വീഡിയോ എടുക്കുന്നതൊന്നും. അതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ളവരുടെ ഒന്നും ഷൂട്ട് ചെയ്യാത്തത്. നമ്മളാരെയും ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. അമ്മതേ സാരിയും കൊണ്ടുവിടുന്നത് വെളി കൊണ്ടിടാൻ പോയിരിക്കും മഴ പെയ്ത്. വെളിയിലൊരാശയുണ്ട് കേട്ടോ, നനയത്തില്ല. അവിടെ കൊണ്ടിടാനായിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നാളത്തെ കല്യാണ വീഡിയോ ആയിരിക്കും. ബൈ. ധനുഷ് കുളിക്കാൻ പോയി. ധനുഷ് മൊത്തം നനഞ്ഞ് അങ്ങനെ കുളിക്കാൻ പോയി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.